എൻ്റെ സർവീസിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് പോസ്റ്റ്മോർട്ടം ഒരു ആനയുടെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടിട്ടാണ്. വയനാട്ടിൽ മറ്റേ കേണിച്ചിറ ഭാഗത്തായിട്ട് ഒരു ഞായറാഴ്ച രാവിലെയാണ് ഒരു ആന ഒരു വയലിൽ ചരിഞ്ഞ് കിടക്കുന്നതായിട്ട് പറയുന്നത്. അതിൻ്റെ തലയിലൊരു ഒരു ആഴത്തിൽ വെടിവെച്ചതുപോലുള്ള ഒരു ബുള്ളറ്റ് വൂണ്ട് ഉണ്ട്. അപ്പോൾ അത് വെടിവെച്ച് കൊന്നതാണെന്നുള്ള ഒരു അസംഷനിലാണ്. മസ്തകത്തിൻ്റെ മുകളിലാണ് വെടികൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ഓൺ ഫൂട്ടായിട്ടൊന്നും ഒരിക്കലും ഒരാൾക്ക് അങ്ങനെ വെടിവെക്കാൻ പറ്റില്ല. ഒന്നിൽ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടേ വെടിവെക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല അതിൻ്റെ കൊമ്പൊക്കെ അവിടെ ഉണ്ട്, ഇൻറ്റാക്റ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മാത്രമല്ല ആനയുടെ തലച്ചോറ് എന്ന് പറയുന്നത് വളരെ ഉള്ളിലേക്കാണ്. അതിൻ്റെ പുറത്ത് നമ്മൾ കാണുന്ന പല ഭാഗങ്ങളും സൈനസുകളാണ്, വായു അറകളാണ്. അപ്പോൾ ഈ മുറിവുള്ളരിക്കുന്നത് ഈ മുകളിലുള്ള ഈ സൈനസിൻ്റെ മുകളിലാണ്. അപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ പ്രോബൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് അങ്ങോട്ട് ബ്രെയിനിലേക്കൊന്നും പോയിട്ടില്ല. അങ്ങനെ അത് ഡിസെക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ബുള്ളറ്റൊന്നും കിട്ടിയിട്ടില്ല. തലച്ചോറൊക്കെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഞങ്ങൾക്ക് ഇതിനകത്ത് ഈ വൂണ്ട് ഉണ്ടാക്കിയതാണ്, അത് ബുള്ളറ്റല്ല. അല്ല, ബുള്ളറ്റ് ഇല്ല. അപ്പോൾ ഇവരെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പെനിട്രേറ്റഡ് വൂണ്ടാണെങ്കിൽ ആ മുറിവിൻ്റെ വായ ഉള്ളിലേക്കിരിക്കും, ഒരു ബുള്ളറ്റ് വൂണ്ടാണെങ്കിൽ. ഇത് പുറത്തേക്കായിരിക്കുന്നത്. അപ്പോൾ ഇയാൾ കമ്പി കൊണ്ട് അടിച്ചിട്ട് വലിച്ചു ഊരിയപ്പോൾ ഇത് ഇവാട്ട് ചെയ്ത് വന്നിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇലക്ട്രോകുഷനാണ്, എന്തോ പെട്ടെന്ന് ചത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് ആളുകളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് വെടിവെച്ചതാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ഇൻറ്റേർണലായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ലിവറും മറ്റു ഓർഗൻസും തൊലിയുടെ അടിയിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇത് ഇലക്ട്രോകുഷനാണെന്ന് മനസ്സിലായി.